പപ്പായയിൽ ആദ്യം കായ പിടിച്ചപ്പോൾ ഞാൻ കാണിച്ചിരുന്നു. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ, ഞാൻ എപ്പോഴും ചെടികളൊക്കെ നടാറില്ല കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നട്ട ചെടികളിലൊക്കെ പൂവും കായൊക്കെ ഉണ്ടായതൊക്കെ നമുക്കൊന്ന് കാണാം. അപ്പോൾ നമ്മുടെ പീച്ചിങ്ങയിൽ നിറയെ പൂവും കായൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പെൺപൂവ്. ഇത് വൈകുന്നേരമാണ് ഇതിൽ കൂടുതൽ പൂക്കളൊക്കെ ഉണ്ടാകാറുള്ളത്. ഇത് ആൺപൂവാണ്. അപ്പോൾ ഇത് വിരിഞ്ഞിപ്പോൾ ഏകദേശം ഇത്രയും പരുവത്തിലെത്തി. ഇപ്പോൾ നമുക്കിന്ന് ഇതിനെ കവറൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ കവറിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് താഴെ ഇങ്ങനെ ഒന്ന് കവർ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. മഴയൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളം തങ്ങിയത് കായ് ചീത്തയാകാതിരിക്കാൻ വേണ്ടി നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കണം. പീച്ചിങ്ങ പൂവൊക്കെ വന്നു കഴിയുമ്പോൾ പോളിനേഷൻ നടത്തി കൊടുത്താലേ കായകളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ പോളിനേഷൻ നടത്തുന്നത് വൈകുന്നേരം അല്ലെങ്കിൽ നമുക്ക് രാവിലെ ചെയ്ത് കൊടുക്കാം. രാവിലെ ചെയ്യുമ്പോൾ ഒരു 9 മണിക്ക് മുമ്പായിട്ട് ചെയ്ത് കൊടുക്കണം. വൈകുന്നേരം വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇങ്ങനെ കവർ ഉടനെ തന്നെ ഇട്ട് കൊടുത്താൽ കായ്ച്ചയുടെ ഒന്നും ശല്യമില്ലാതെ നമുക്ക് കിട്ടും. നമ്മൾ ഓണത്തിന് വേണ്ടിയിട്ട് നട്ട ചെടികളൊക്കെയാണിത്. അപ്പോൾ ഇതിലൊക്കെ കായൊക്കെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓണത്തിന് വിളവെടുക്കാനായിട്ട് നമുക്ക് പീച്ചിങ്ങ ഉണ്ടാവും, പിന്നെ പയറുണ്ടാവും. പയറും അത്യാവശ്യമൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നടുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിനു മുമ്പ്. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം. ഇതൊന്നും കൂടാതെ നമുക്ക് കത്രിക്കയും വഴുതനങ്ങയും ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മൾ വിത്തിട്ട് മുളപ്പിച്ചതാണ്. ഇത് ഇൻഡോ അമേരിക്കൻ വിത്തായിരുന്നു. അപ്പോൾ അതിൽ നല്ലതായിട്ട് കായൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഈ പ്രാവശ്യവും വാങ്ങിച്ചു. വെണ്ട നമ്മൾ കുറച്ച് നേരത്തെ നട്ടതായിരുന്നു. അപ്പോൾ അത് ഏകദേശമൊക്കെ കഴിയാറായി. പുതിയത് നമ്മൾ നട്ടു കൊടുത്തിട്ടേ ഉള്ളൂ. ആ കായൊക്കെ ആകുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മുളകിൽ ഞാൻ നടുന്ന രീതിയെക്കുറിച്ചിട്ടും ചെയ്യുന്ന വളങ്ങളെക്കുറിച്ചിട്ടൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇത്രയും പയറാണ് കിട്ടിയത്. ഞാൻ കുറച്ച് വഴുതനയും പച്ചമുളകും ഒക്കെ നട്ടിട്ടുണ്ട്. പപ്പായയിൽ ആദ്യം കായ പിടിച്ചപ്പോൾ ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ അതിപ്പോൾ ഏകദേശമൊക്കെ വലുതായി. പപ്പായ റെഡ് ലേഡി പപ്പായയാണ്. ഇതിൽ നിറയെ കായൊക്കെ ഇപ്പോൾ പിടിച്ചിട്ടുണ്ട്. ഇത് കൊത്തമരയാണ്. ഇത് നമുക്ക് സാമ്പാറിലൊക്കെ ഇടാം, തോരൻ വെക്കാം. നമ്മുടെ തക്കാളി തന്നെ കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി വിളവെടുക്കാം. കുറേ മാസങ്ങൾക്ക് മുമ്പ് ഈ ഒരു സ്ഥലത്ത് നമ്മൾ നട്ടിരുന്നത് മത്തനായിരുന്നു. അപ്പം നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും അതൊക്കെ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടവരൊക്കെ എപ്പോഴും കാണുന്നുണ്ടാവും. കുറേ മത്തൻ നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിരുന്നു. മത്തനൊക്കെ ഉണ്ടായതിനു ശേഷം ചെടി നശിച്ചു പോയപ്പോഴാണ് നമ്മളിതൊക്കെ കളഞ്ഞിട്ട് ഇവിടെ ഇപ്പോൾ കാണുന്ന ചെടികളൊക്കെയാണ്. അപ്പോൾ അതിവിടെ പയറും വെണ്ടയും വഴുതനയൊക്കെ ഈ ഭാഗത്താണ് നമ്മൾ നട്ടു കൊടുത്തത്. എല്ലാം ഇവിടെ നന്നായിട്ട് തന്നെ പിടിച്ചു വന്നു. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ പടർത്തിയിരിക്കുന്നത് നെയ്ക്കുമ്പളമാണിപ്പോൾ. നെയ്ക്കുമ്പളവും നന്നായിട്ട് തന്നെ ഇവിടെ ഉണ്ടായി കിട്ടിയിട്ടുണ്ട്. ആദ്യമൊക്കെ ഞാൻ വെണ്ടയും തക്കാളിയൊക്കെ ആയിരുന്നു നട്ട് നോക്കാറ്, മുളകും അങ്ങനെയൊക്കെ. അപ്പോൾ ഇപ്പോഴൊക്കെയാണ് ഞാൻ മത്തനും നെയ്ക്കുമ്പളം അങ്ങനെയുള്ള അത്യാവശ്യം നല്ല വേണ്ട പച്ചക്കറിയൊക്കെ നടാൻ തുടങ്ങിയത്. അപ്പോൾ ഇപ്പോഴും അതൊക്കെ എനിക്ക് ചെറിയ രീതിയിലൊക്കെ ഉണ്ടാക്കി കിട്ടുന്നത് വളരെ സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങളും ഇതേപോലെയൊക്കെ ചെയ്തിട്ട് വീട്ടിലെ ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു വീഡിയോ കണ്ടതിന്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.